കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. സ്ത്രീകളും കുട്ടികളും അടക്കം 347 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സീറ്റ് ഒഴിവിനനുസരിച്ച് യാത്രക്കാരെ എയർ ഇന്ത്യയുടെ മറ്റു വിമാനങ്ങളിൽ ഡൽഹിയിൽ എത്തിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. എയർ ഇന്ത്യയുടെ മാനേജ്മെൻറ്റ് മാറുമ്പോൾ എയർ ഇന്ത്യ കുറച്ച് നേരെയാകുമെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പോൾ മാറ്റി പറയേണ്ടി വരുമോ? YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. YS അഭിനന്ദ്, പറയൂ വിശദാംശങ്ങൾ. SK നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഈ വിമാനം വൈകുന്നത് ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ദില്ലിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് ഇത്തരത്തിലേക്ക് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 347 യാത്രികരായിരുന്നു ഉണ്ടായത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇത്തരത്തിലേക്ക് പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നു. അവർക്ക് 1 മണിയോടുകൂടി എല്ലാ നടപടികളും പൂർത്തീകരിച്ചതിന് ശേഷം വിമാനത്തിലേക്ക് അവർ കയറിയതാണ്. പിന്നീട് 2 മണിക്ക് അത് കൃത്യമായി പുറപ്പെടുമെന്നും വിമാനാധികൃതർ അറിയിച്ചു. പക്ഷേ യന്ത്ര തകരാർ മൂലം അവർ 5 മണി വരെ വിമാനത്തിൽ ഇരിക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് വിമാനത്തിൽ നിന്നും ഇറക്കി വലിയൊരു പ്രതിഷേധവും യാത്രക്കാരുടെ ഭാഗത്തും ഉണ്ടായി. യന്ത്ര തകരാർ പരിഹരിക്കാത്തതാണ് എന്നതാണ് അന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കിയത്. ഇപ്പോൾ എയർ ഇന്ത്യ 2 മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരെ സുരക്ഷിതമായി ദില്ലിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും എയർ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അത് മറ്റു വിമാനങ്ങളിലേക്ക്, എയർ ഇന്ത്യയുടെ തന്നെ മറ്റു വിമാനങ്ങളിലേക്ക് ഒഴിവിനനുസരിച്ചായിരിക്കും ദില്ലിയിലേക്ക് എത്തിക്കുക എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയാണ് ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് അവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ സംബന്ധിച്ചോളം എയർ ഇന്ത്യ എന്ന് മാത്രമല്ല പല വിമാനങ്ങളും ഇത്തരത്തിലേക്ക് തുടരെ ഒരു വൈകുന്ന സാഹചര്യം ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. SK.